സെറ്റാക്കണം. അതിന് നമുക്ക് വേണ്ട മൗലിക വികാരമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. വിശ്വാസം മൂത്തിട്ടാണ് ദൈവസ്നേഹം ഉണ്ടാകുന്നത്. യൂത്തിനൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് ഈ ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങൾ നിങ്ങളുടെ ഒരു കൗണ്ട് ഡൗൺ വരും ചില സമയത്ത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേ, ഉടനെ അവരെന്ത് ചെയ്യും? ദൈവത്തിനെ കാണുമ്പോൾ തന്നെ പല്ലിളിക്കണ പിശാചുക്കളുണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളവർ ക്യാൻസൽ ചെയ്ത് കളയും, ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കിങ് കിട്ടുമ്പോൾ തന്നെ അത്ര ആ സാധനം പോയി കിട്ടത്തില്ലേ? ആ സാധനം ആ ഗ്രൂപ്പിൽ കിടന്നാൽ മോശമാണ്. അച്ഛൻ പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെ ഇവർക്ക് സെൻഡ് ചെയ്യും, ഇവർ മതം മാറ്റമാണെന്ന് കരുതുക, അല്ലെങ്കിൽ എന്നെ ഒരു ഭക്തി ആയിട്ട് കരുതുക. ഞാൻ ഭക്തിയൊന്നും അല്ല, എനിക്ക് തൽക്കാലം IELTS പാസ്സാകാനുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ അവർക്കറിയാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ല? അത് നമ്മുടെ രഹസ്യധാരണകൾ നിങ്ങൾ വിവേചിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല കൂട്ടുകാർക്ക്? അതിൻ്റെ കാരണം നിങ്ങളിതൊരു 3 മാസത്തുള്ള അഭ്യാസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒക്കട്ടെ കിട്ടണേ കൂട്ടി പോയ ചട്ടി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. ഞാൻ ഈ 3 മാസത്തെ അഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം, എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു പത്തിപ്രാന്തിയായിട്ട് അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല. നിങ്ങളുടെ ആന്തരിക വിചാരങ്ങളെ കർത്താവ് വിവേചിച്ചിരിക്കുന്നു, കർത്താവ് നിങ്ങളെ വിധിക്കുന്നു. ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മര്യാദയ്ക്ക് ഷെയർ ചെയ്ത് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു മേനിക്കെങ്കിലും സ്വയം ഹ്യൂമനിസ്റ്റിൻ്റെ മാനവികൻ്റെ കുപ്പായമെടുത്ത് അടിഞ്ഞിട്ടുള്ള പാർട്ടിയാകും. അപ്പം നമ്മളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ അവനവിടെ നമ്മൾ 2ാം പൗരനാക്കും, അവൻ 1ാം പൗരനാകും. ആരാണ് 1ാം പൗരൻ 2ാം പൗരൻ എന്താ അവസാനം അറിയാൻ പറ്റും? അവൻ പറയും, എന്ന് തുടങ്ങി ഈ പത്തിപ്രാന്തൊക്കെ. എടാ, മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചാൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് ചാരേണ്ടി വരും. ഹ്യൂമനിസ്റ്റായി. അപ്പോൾ നമ്മളോർക്ക് അവനാണ് വലിയ, അവനൊരു കുന്തും അറിയത്തില്ല. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം അറിയാം. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? അവന് ദൈവത്തെ അംഗീകരിക്കേണ്ടത് അതിന് പോരായ്മയെ കരുതിയിരിക്കുകയാണ്. അവൻ്റെ അന്ത്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കാണുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് നീ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാകണത്? അതുകൊണ്ട് നീ നിഷ്പക്ഷമായിട്ടും നിർഭയനായിട്ടും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താവായിട്ട് മാറാവുന്ന കൈ അടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.